ഹലോ എവ്രിവൺ. മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുന്നയാളാണ് നമ്മുടെ നായകൻ. അങ്ങനെ ഒരു ദിവസം ഒരു മുത്തശ്ശി മരിച്ചതറിഞ്ഞ് ആ മുത്തശ്ശിയുടെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മരിച്ചുപോയ മുത്തശ്ശിക്ക് ഒരു കൊച്ചുമകളുണ്ട്. അവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല. അവൾക്കെല്ലാം ഈ മുത്തശ്ശിയാണ്. അത്രയ്ക്ക് സ്നേഹിച്ച ആ മുത്തശ്ശി മരിച്ച ശേഷം ഇനി എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന് അറിയാതിരുന്ന ആ കുട്ടി നായകനെ ഫോളോ ചെയ്ത് അവന്റെ വീട്ടിലേക്ക് വന്നു നിന്നു. ഈ കുട്ടി നായകന്റെ ലൈഫിലേക്ക് വന്ന ശേഷം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അവസാനം അവർക്കിടയിൽ വന്ന ബോണ്ടിങ്ങിനെ കുറിച്ച് രസകരമായും ഇമോഷണലായും പറഞ്ഞ ഒരു ചൈനീസ് സിനിമയാണ് 2022 പുറത്തിറങ്ങിയ ലൈറ്റിംഗ് അപ്പ് ദ സ്റ്റാർസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മുത്തശ്ശിയെയും അവരുടെ കൊച്ചുമകളെയുമാണ് കാണിക്കുന്നത്. ഈ കുട്ടിയുടെ പേര് സിയ. രാവിലെ അവൾ ഉറക്കമുണർന്നതും നേരെ മുത്തശ്ശിയെയും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. എന്നാൽ മുത്തശ്ശിക്ക് ഒരനക്കവും ഇല്ലായിരുന്നു. മുത്തശ്ശി മരിച്ചതറിയാതെ നന്നായി ഉറങ്ങുകയാണെന്ന് കരുതി സിയ എഴുന്നേറ്റിരുന്ന് മുത്തശ്ശിയെ തന്നെ നോക്കിയിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പുറത്ത് നായകനെയാണ് കാണിക്കുന്നത്. നായകന്റെ പേര് സാൻ. മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുന്ന ജോലിയാണ് സാന്റെ കുടുംബം ചെയ്തു വരുന്നത്. മുത്തശ്ശനും അച്ഛനും ശേഷം സാനാണ് ഇത് ചെയ്തു വരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ ജോലി നോക്കുമ്പോൾ സാനിനൊരു കോള് വന്നു. ഇത് സിയയുടെ മാമനാണ് നായകനെ കോള് ചെയ്തിരിക്കുന്നത്. അതായത് മരിച്ചുപോയ മുത്തശ്ശിയുടെ മകനാണ് കോള് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സാനിനോട് തന്റെ അമ്മ മരിച്ചുപോയി, സോ ശവസംസ്കാര ചടങ്ങുകൾ നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയാനാണ് കോള് ചെയ്തത്. സാനും നേരെ സിയയുടെ വീട്ടിലേക്ക് വന്നു. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം ടൈറ്റ് ആവും. അതുകൊണ്ട് ബോഡി ഒന്ന് ലൂസാക്കാൻ വേണ്ടി നായകനും അവന്റെ ഫ്രണ്ടും ചേർന്ന് ഒരു ടവൽ ചൂടുവെള്ളത്തിൽ മുക്കി ആ മുത്തശ്ശിയുടെ ശരീരം മൊത്തം തുടച്ചു കൊടുക്കും. എന്നാൽ ഇതെല്ലാം അവിടെ സൈഡിൽ ഒളിച്ചിരുന്ന സിയ കണ്ട് സാൻ മുത്തശ്ശിയെ എന്തോ ചെയ്യാണെന്ന് കരുതി എന്റെ മുത്തശ്ശിയെ എന്താ ചെയ്യുന്നത്, മുത്തശ്ശിയെ തൊടണ്ട എന്നും പറഞ്ഞ് ഒരു വടി എടുത്തോണ്ട് വന്ന് സാന്റെയും കൂട്ടരെയും അടിക്കാൻ നോക്കും. അപ്പോഴേക്കും ഇത് അവളുടെ മാമൻ കണ്ടതുകൊണ്ട് അവളെ അവിടുന്ന് എടുത്തോണ്ട് പോയി ഒരു റൂമിൽ സാനും ആ നാട്ടിലെ ആചാരം പോലെ മുത്തശ്ശിക്ക് മേക്കപ്പും പുതിയ ഡ്രസ്സും എല്ലാം ഇട്ടുകൊടുത്ത് ശവസംസ്കാരത്തിനായി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോ കാണുന്നില്ല. ഇത് ശ്രദ്ധിച്ച മുത്തശ്ശിയുടെ മരുമകൾ സാനാണല്ലോ മുത്തശ്ശിയെ റെഡിയാക്കിയത്, സോ അവൻ എടുത്തിട്ടുണ്ടാവും, അവൻ മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി. സാനും ദേഷ്യം വന്ന് അവൻ അവന്റെ ഡ്രസ്സെല്ലാം ഊരി, നിങ്ങൾ ആരെയാ സംശയിക്കുന്നത്, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്നും പറഞ്ഞു നിന്നു. അങ്ങനെ ആ വീട്ടുകാർ തന്നെ അതൊന്നും കുഴപ്പമില്ല വിട്ടേക്ക് എന്ന രീതിയിൽ പറയും. അതിനുശേഷം മുത്തശ്ശിയെ ശവപ്പെട്ടിയിൽ കിടത്തി അന്തിമ കർമ്മങ്ങളൊക്കെ ചെയ്ത് ബോഡി കത്തിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം ജനലിന്റെ അടുത്തിരുന്ന് കാണുന്നുണ്ടായിരുന്ന സിയ മുത്തശ്ശിയെ സാൻ ഒരു പെട്ടിയിൽ അടച്ച് എവിടേക്കോ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ജനൽ വഴി പുറത്തേക്ക് ചാടി സാന്റെ വണ്ടിയെ ഫോളോ ചെയ്തു പോവും. എന്നാൽ അപ്പോഴേക്കും സാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ മുത്തശ്ശിയുടെ ശവസംസ്കാരമെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കി സാൻ തിരിച്ച് കടയിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ഇവന് വേണ്ടി ഇവന്റെ അച്ഛനും സഹോദരിയും ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ കട സാന്റെ അച്ഛന്റെ പേരിൽ തന്നെയാണുള്ളത്. എന്നാൽ ഇപ്പോ സാൻ കട നല്ല ഉത്തരവാദിത്തത്തോടെ നടത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കട ഇനി മുതൽ നീ തന്നെ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് കടയുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സാനും ഇത്ര കാലമായി ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് പോകാൻ നോക്കി. എന്നാ സാന്റെ അച്ഛൻ അവനെ തടഞ്ഞ് ഇത്ര പെട്ടെന്ന് അത് എടുത്തോണ്ട് പോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് മകളോട് മറ്റ് ബുക്കുകളെല്ലാം എടുത്തോണ്ട് വരാൻ പറയും. അപ്പോ സാന്റെ ചേച്ചിയും 3 ബുക്കുകൾ എടുത്തോണ്ട് വന്ന് ടേബിളിന്റെ മേലെ വെക്കും. എന്നിട്ട് അച്ഛൻ സാന്റെ നോട്ടം കണ്ട്, നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ, ഇതെല്ലാം നിന്റെ മുത്തശ്ശൻ നമ്മുടെ ജോലിയെ കുറിച്ച് എഴുതിയതാണ്, സോ മര്യാദയ്ക്ക് ഇതെല്ലാം വായിച്ചു പഠിച്ച് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ പഠിക്കേ, ഇന്നത്തെ ദിവസം കൊള്ളാം, പോയി ഡോക്യുമെന്റിൽ പേര് ചേഞ്ച് ചെയ്തേക്ക് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാനിന് അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരും. അത് കണ്ടതും സാൻ തിരക്കിട്ട് ഗേൾഫ്രണ്ടിനെ കാണാനായി പോവും. ആക്ച്വലി ഇതിനു മുൻപ് ഇവന്റെ ഗേൾഫ്രണ്ടിനെ ഒരുത്തൻ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്തതിൽ സാൻ അവനെ കൊല്ലാൻ നോക്കി എന്നും പറഞ്ഞ് സാനിനെ 2 വർഷം ജയിലിലിട്ടിരുന്നു. സാൻ റിലീസായിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഇപ്പൊ അവളുടെ മെസ്സേജ് വന്നതും അവളെ കണ്ടിട്ട് 2 വർഷമായല്ലോ എന്ന എക്സൈറ്റ്മെന്റ് കൊണ്ട് ഗേൾഫ്രണ്ടിനെ കാണാനായി വരും. 2 വർഷത്തിന് ശേഷം സാനിനെ കണ്ടപ്പോ ഗേൾഫ്രണ്ട് സന്തോഷിക്കുമെന്ന് കരുതിയ അവളാണെങ്കിൽ ഇവനെന്തിനാ വന്നത് എന്ന രീതിയിൽ അവനെ നോക്കും. എന്നിട്ട് സാൻ അവളെ കെട്ടിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് 2 വർഷമായി എന്നും പറഞ്ഞ് അവളെ എടുത്തോണ്ട് വന്ന് ബെഡിൽ കിടത്തി അവളെ കിസ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടത്തെ ബാത്റൂമിൽ നിന്ന്
ടവലുടുത്ത് ഒരുത്തൻ പുറത്തേക്ക് വരും. ആക്ച്വലി ഇവനെ കൊല്ലാൻ നോക്കിയതിനാണ് സാനിനെ ജയിലിലിട്ടത്. എന്നാൽ ഇപ്പോ അവൻ ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ നിൽക്കുന്നു. സത്യത്തിൽ ഈ ഗേൾഫ്രണ്ടിന് പണമെന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതുമാത്രമല്ല, പെട്ടെന്ന് കല്യാണം കഴിച്ച് ലൈഫ് സെറ്റിൽ ചെയ്യണമെന്നും അവള് കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാൻ ജയിലിൽ പോയത്. സാനിന് മെച്യൂരിറ്റി കുറവായതുകൊണ്ട് ഇവൻ തനിക്ക് സെറ്റ് ആവില്ല എന്ന് തീരുമാനിച്ച് മറ്റവനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവൾ 3 മാസം പ്രഗ്നന്റ് ആണ്. ഇതെല്ലാം മനസ്സിലാക്കിയ സാനിന് വല്ലാത്ത വിഷമമായി. എന്നിട്ട് അവിടുന്ന് വിഷമിച്ച് അവന്റെ കടയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ കടയിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ആ മരിച്ചുപോയ മുത്തശ്ശിയുടെ കൊച്ചുമകൾ സിയ വന്ന് കയ്യിൽ ഒരു കുന്തവും പിടിച്ച് എന്റെ മുത്തശ്ശിയെ നീ എന്താ ചെയ്തത്, മുത്തശ്ശിയെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കും. ആ സമയം സിയ ഇവിടേക്ക് വന്നതറിഞ്ഞ അവളുടെ മാമനും അവിടേക്ക് വന്ന് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കും. എന്നാൽ സിയ അതൊന്നും വകവെക്കാതെ പെട്ടെന്ന് സാന്റെ കൈക്ക് കയറി കടിച്ച് എന്റെ മുത്തശ്ശിയെ കൊണ്ടുവാടാ എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രശ്നമുണ്ടാക്കും. സിയ ചെറിയ കുട്ടി ആയതുകൊണ്ട് സാന് അവളെ ഒന്നും തിരിച്ചു ചെയ്യാനും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വിധത്തിൽ സിയയുടെ മാമൻ അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി സാൻ അവന്റെ ഗേൾഫ്രണ്ട് അവനെ തേച്ചിട്ട് പോയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് അവനോട് ഇവിടെ പെണ്ണുങ്ങളായിട്ട് അവള് മാത്രമേ ഉള്ളൂ, പണത്തിന് വേണ്ടി വേറൊരുത്തരെ അന്വേഷിച്ചു പോയ അവളുടെ ക്യാരക്ടർ തന്നെ ചീപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട സാന് വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ട് അവൾ എന്നെ വിട്ടു പോയതിന് അവളെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് സാൻ ഫ്രണ്ടിനെ അടിച്ചു. പിന്നെ രണ്ടുപേരും തമ്മിൽ അടിയായി. പെട്ടെന്ന് അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. ഇതാരാണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ സിയ വന്ന് നിൽക്കുന്നത്. ഇതൊരു ശല്യമായല്ലോ എന്നും പറഞ്ഞ് സാൻ സിയയുടെ മാമനെ വിളിച്ച് കാര്യം പറയും. മാമൻ അവിടേക്ക് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കും. എന്നാൽ അവൾ വരുന്നില്ല എന്ന് വാശി പിടിക്കും. എന്നിട്ട് എൻ്റെ മുത്തശ്ശിയെ ഇവനാണ് പിടിച്ചോണ്ട് വന്നത്, ഇവനാണ് മുത്തശ്ശിയെ ഒളിപ്പിച്ചു വെച്ചത്, മുത്തശ്ശിയെ കൊണ്ടുവരാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരിക്കും. ഇനി എന്ത് ചെയ്യുന്നറിയാതെ മാമൻ കുറച്ച് പണം എടുത്ത് സാനിന് നേരെ നീട്ടി എന്നെ തെറ്റിദ്ധരിക്കരുത്, കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ, എൻ്റെ ജോലിയൊക്കെ തീർന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയും. സാനും അതിന് പറ്റില്ല എന്ന് തറുപ്പിച്ച് പറയും. എന്നാൽ സാന്റെ ഫ്രണ്ട് അയാളുടെ കയ്യിലെ പണം കണ്ട് അതൊന്നും കുഴപ്പമില്ല സാർ, കുറച്ച് ദിവസത്തേക്കല്ലേ, അവൾ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങും. മാമനും അവിടുന്ന് പോവും. അപ്പൊ സിയ അവൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയും. ഇവരും അവൾക്ക് വേണ്ടി നന്നായി നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. പാവം സിയ അവൾക്ക് നന്നായി വിശന്നിരുന്നത് കൊണ്ട് ആ നൂഡിൽസ് ആർത്തിയോടെ തിന്നും. എന്നിട്ട് സാൻ അവളോട് ഞാൻ ഇവിടെയാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അതിന് സിയയും അത് എൻ്റെ വാച്ചിൽ ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് ഓരോരുത്തരെ കാണിച്ച് ചോദിച്ച് ഇവിടെ എത്തിയതാണെന്ന് പറയും. ഇത് കേട്ട സാൻ അവളെ ആശ്ചര്യത്തോടെ നോക്കി. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. സാൻ ഉറങ്ങുമ്പോൾ സാന്റെ മുഖത്ത് ആരോ വെള്ളം തളിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ഇവൻ കിടക്കുന്നതിന്റെ മേലെയുള്ള ബെഡിലാണ് സിയ കിടക്കുന്നത്. പാവം, അവൾ ഉറക്കത്തിൽ മൂത്രം ഒഴിച്ചതാണ്, അതാണ് അവന്റെ മുഖത്തായത്. ഇതിൽ ദേഷ്യം വന്ന സാൻ ഒച്ചയുണ്ടാക്കി എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് സിയയോട് നിനക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ ബാത്റൂമിൽ പോവാൻ പാടില്ലേ എന്നും പറഞ്ഞ് അവളെ വഴക്ക് പറയും. അതിന് ഫ്രണ്ടും അവൾ ഒരു ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് അതൊന്നും അറിയാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞ് സിയയോട് വാ നമുക്ക് ഇവിടെ താഴെ കിടക്കാമെന്ന് പറഞ്ഞ് ഫ്രണ്ടും സിയയും താഴെയുള്ള ബെഡിൽ കിടക്കും. സാൻ അവിടെയുള്ള സോഫയിലും ഇരുന്നുറങ്ങും. നെക്സ്റ്റ് ഡേ രാവിലെ സാനിന് അവന്റെ ചേച്ചി കോൾ ചെയ്ത് ഞാനും അച്ഛനും ഇവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ വേഗം കടയുടെ ഡോക്യുമെന്റ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് വാ, ഇന്നെന്തായാലും കട നിന്റെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ സാൻ അവിടെയെല്ലാം അത് തിരഞ്ഞു നോക്കും. എന്നാൽ അവിടെയൊന്നും ആ ഡോക്യുമെന്റ് ഇല്ലായിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. എന്നിട്ട് പെട്ടെന്ന് പോയി വാഷിംഗ് മെഷീനിലുള്ള അവന്റെ പാന്റ് എടുത്ത് നോക്കിയപ്പോൾ ഡോക്യുമെന്റ് അതിനുള്ളിലായിരുന്നു വെച്ചത്. എന്നാൽ പാന്റ് വാഷ് ചെയ്തതുകൊണ്ട് ഡോക്യുമെന്റ്സ് അതിൽ കിടന്ന് നനഞ്ഞ് കീറിപ്പോയി. എന്തായാലും വേണ്ടില്ല എന്ന് കരുതി സാൻ ആ കീറിയ ഡോക്യുമെന്റ്സ് എടുത്ത് ചേച്ചിയുടെ അടുത്തേക്ക് വന്ന് ഓഫീസറിനെ കണ്ടു. എന്നാൽ ഓഫീസറും ഇനി പുതിയ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കേണ്ടി വരും, അതിന് 1 മാസം സമയമെടുക്കും എന്ന് പറയും. ഇതെല്ലാം കേട്ട സാന്റെ അച്ഛനും ദേഷ്യം വന്ന് ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്യില്ല, ഇനി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് സാറിനെ അടിച്ചോടിക്കും. ആശുപത്രികളിൽ പുതുതായി മരിക്കുന്നവരുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോയി മരിച്ചവരുടെ ശവസംസ്കാരം ചെയ്യാനുള്ള കോൺട്രാക്ട് സംസാരിച്ച് സമ്മതിപ്പിക്കലാണ് ഇവന്റെ ഫ്രണ്ടിന്റെ ജോലി. അങ്ങനെ അന്ന് രാവിലെ ഒരു ചെറിയ കുട്ടി മരിച്ചു പോയിരുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് ചെന്ന് സാർ, നിങ്ങൾക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, എന്നാൽ നിങ്ങളുടെ മകളുടെ ശവസംസ്കാര ചടങ്ങ് നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്ന് പോയി സംസാരിക്കും. എന്നാൽ ഈ അച്ഛൻ മകള് മരിച്ച വിഷമത്തിൽ നിൽക്കായതുകൊണ്ട്
നീയൊക്കെ ആരാണ്? ഈ അവസ്ഥ പോലും നോക്കാതെ മാർക്കറ്റിംഗ് ചെയ്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഫ്രണ്ടിനെ ചീത്ത പറഞ്ഞയക്കും. ഇതറിഞ്ഞ സാനും ഒരു പ്ലാൻ ചെയ്ത് സിയയും കൂട്ടി ആ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് സാർ, നിങ്ങൾക്ക് എത്ര സങ്കടമുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാ ഇവളാണ് എൻ്റെ മകൾ സിയ. ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഭാര്യ എന്നെ ഇട്ടേച്ചു പോയി. നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ പണത്തിന് വേണ്ടിയല്ല ഈ ജോലി ചെയ്യുന്നത്. ഇതുകൊണ്ട് എൻ്റെ മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നടക്കും എന്ന് കരുതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളുടെ സംസ്കാര ചടങ്ങ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നടത്തി തരാമെന്ന് പറഞ്ഞ് ഒരു അഭിനയം കാഴ്ചവെക്കും. ആ അച്ഛനും അത് വിശ്വസിച്ച് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. എന്നിട്ട് പറഞ്ഞ പോലെ സാൻ ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ 4 പേര് ആ ശവപ്പെട്ടി എടുത്തോണ്ട് പോകുന്നത് കണ്ടപ്പോൾ സിയയ്ക്ക് അവളുടെ മുത്തശ്ശിയെ ഓർമ്മ വന്നു. കാരണം ഇതേപോലെ ഒരു പെട്ടിയിലാണല്ലോ സാൻ അവളുടെ മുത്തശ്ശിയെ എടുത്തോണ്ട് പോയത്. എന്നിട്ട് തന്റെ മുത്തശ്ശിയാണ് അതിനുള്ളിലുള്ളതെന്ന് കരുതി സിയ വണ്ടിയിൽ നിന്നിറങ്ങി ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഈ പെട്ടി തുറക്ക്, ഇതിനകത്ത് എൻ്റെ മുത്തശ്ശിയുണ്ട് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. സോ അവിടുത്തെ ഇൻചാർജ് സാനിനെ വിളിച്ച് അവനോട് ഫൈൻ അടയ്ക്കാൻ പറയും. ഇവന് ദേഷ്യം വന്ന് നേരെ സിയയുടെ അടുത്തേക്ക് വന്ന്, നീ എന്റെ മനസമാധാനം കളയാൻ വേണ്ടിയാണോ എന്റെ കൂടെ നിൽക്കുന്നത്? ഇങ്ങനെ കുറച്ചായി എന്നെ കൊല്ലുന്നതിന് പകരം മൊത്തത്തിൽ നിന്റെ കുന്തം വെച്ച് എന്നെ കുത്തി കൊല്ലു എന്ന് റൂഡായിട്ട് സംസാരിക്കും. ആക്ച്വലി സിയയുടെ മുത്തശ്ശി മരിച്ചു പോയതാണെന്ന് ആരും അവളോട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ പെട്ടിയിൽ തന്റെ മുത്തശ്ശി ഉണ്ട് എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്, സോറി എന്ന് പറയും. സാനും, ഇപ്പൊ നിന്റെ മുത്തശ്ശി എവിടാണെന്നല്ലേ നിനക്കറിയേണ്ടത് എന്ന് പറഞ്ഞ് നിന്റെ മുത്തശ്ശി മരിച്ചുപോയി. എന്നിട്ട് ആ കാണുന്ന ചിമ്മിനി വഴി പുകയായിട്ട് ആകാശത്തേക്ക് പോയി എന്ന് സിയയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടതും സിയയുടെ മുഖം മാറി. എന്നിട്ട് ഇത്രയും നാൾ മുത്തശ്ശി ജീവനോടെ ഉണ്ടെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇനി മുത്തശ്ശി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കിയതും സിയ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. അന്ന് രാത്രി സിയ ഉറങ്ങാതെ ആകാശത്തിലേക്ക് നോക്കിയിരുന്ന് അവളുടെ കയ്യിലെ സ്മാർട്ട് വാച്ചിൽ മുത്തശ്ശി സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അത് കേട്ട് ഫീലായിരിക്കും. ഇത് കണ്ട സാനും വിഷമം തോന്നി. പിറ്റേ ദിവസം സാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ മരിച്ച കുട്ടിയുടെ ചിതാഭസ്മം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പെട്ടിയിൽ എടുത്തു വെച്ചിരുന്നു. എന്നാൽ സിയ ആ ചിതാഭസ്മം എടുത്തു വെച്ച പെട്ടിയുടെ മേലെ സ്കെച്ച് വെച്ച് ഒരുപാട് ചിത്രങ്ങൾ വരച്ചത് കണ്ടു. ഇത് കണ്ട സാനിന് ദേഷ്യം വന്ന് അത് മായ്ക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. 1 മണിക്കൂറിനുള്ളിൽ അത് അതിന്റെ ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് നിന്റെ വിചാരം എന്താ? നിന്റെ കയ്യും കാലും വെച്ച് മര്യാദയ്ക്ക് ഇരിക്കില്ലേ? ഇങ്ങനെ അവർക്ക് കൊണ്ടു കൊടുത്താൽ അവർ എന്ത് വിചാരിക്കും എന്നൊക്കെ അവളെ വഴക്ക് പറയും. എന്നിട്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് മടിച്ച് ആ ബോക്സ് എടുത്തുകൊണ്ടുപോയി ആ മരിച്ചുപോയ കുട്ടിയുടെ പാരൻസിന് കൊണ്ടുപോയി കൊടുക്കും. അവരതിന് വഴക്ക് പറയുമെന്ന് കരുതിയപ്പോ എന്നാ അവര് കരയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങളുടെ മകൾക്ക് ഡ്രോയിങ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്, നിങ്ങൾ ഈ ചെയ്തു തന്നത് അവൾ മേലെ നിന്ന് കണ്ട അവൾക്ക് വളരെ സന്തോഷമാകുമെന്ന് പറയും. സാനു ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കും. അപ്പോ ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ അവിടെ സിയയെ കണ്ട് ഇവളെ അവരുടെ മകളാണെന്ന് കരുതി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇത്രയും കാലം സാൻ സിയെ ഒരു ഭാരമായിരുന്നു നോക്കിയത്. എന്നാൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് വളരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം നന്നായി അവസാനിച്ചതുകൊണ്ട് രാത്രി എല്ലാവർക്കും ട്രീറ്റ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപാട് സ്നാക്സും ഫുഡും എല്ലാം വാങ്ങിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ സിയ അറിയാതെ ടേബിളിന് മേലെയുള്ള ഒരു സാധനം എടുത്ത് വിഴുങ്ങി. ഇത് കണ്ട സാനും വെപ്രാളപ്പെട്ട് സിയയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആ വിഴുങ്ങിയ സാധനം സിയയുടെ വയറ്റിലാണുള്ളത്. ഡോക്ടറും റിപ്പോർട്ട് നോക്കി പേടിക്കാനൊന്നുമില്ല, മോള് ഡെയിലി ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ വസ്തു പുറത്തേക്ക് വന്നോ എന്ന് ചെക്ക് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ സാനും ഫ്രണ്ട്സും സിയ ടോയ്ലറ്റിൽ പോയി മോഷൻ പോകുമ്പോഴെല്ലാം അതില് ആ സാധനമുണ്ടോ എന്ന് പരിശോധിക്കും. ഒരു ദിവസം അത് സിയയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. ജോലിയുടെ ആവശ്യങ്ങൾക്കായി സിയയുടെ മാമൻ എവിടെയോ പോയത് കൊണ്ടാണല്ലോ അവളെ സാന്റെ അടുത്താക്കിയത്. ഇപ്പൊ മാമൻ നാട്ടിലെത്തിയിട്ടുണ്ട്. സാനിനെ വിളിച്ച് സിയയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇത് കേട്ട സാനിന് വിഷമമായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ എങ്ങനെയായാലും അവൾ വേറൊരു വീട്ടിലെ കുട്ടിയല്ലേ എന്നും പറഞ്ഞ് മാമന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവും. അവിടെ ചെന്നപ്പോൾ മാമന്റെ ഭാര്യ വളരെ ദേഷ്യത്തില് നമ്മുടെ മകനെ തന്നെ നോക്കാൻ ഇവിടെ സമയമില്ല, അതില് ഇവളെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. മാമൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് സാനിനോട് എൻ്റെ ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, അതുകൊണ്ട് അതുവരെ സിയയെ നിങ്ങൾ നോക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. അതിന് സാനും എന്തായാലും അവളാണ് തീരുമാനമെടുക്കേണ്ടത്, അവളോടൊന്ന് ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞതും മാമൻ അവളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുൻപ് തന്നെ സിയ ഓടി വന്ന് സാന്റെ കയ്യിൽ പിടിക്കും.
സിയയ്ക്ക് സാന്റെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി ഇവരുടെ വീട്ടിലേക്ക് സിയയെ കൂട്ടിക്കൊണ്ടുവരും. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ സാന്റെ അച്ഛൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഫ്യൂണറൽ ഫംഗ്ഷനിൽ സിയ ചെയ്തത് ഇവർ അറിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ട് സാനിനോട് അച്ഛൻ, നീ കാരണം നമ്മുടെ കുടുംബത്തിന്റെ പേര് നഷ്ടപ്പെട്ടു. നിന്നെ വിശ്വസിച്ച് ഈ ജോലി ഏൽപ്പിച്ച ഞാനാണ് തെറ്റുകാരൻ. നിനക്ക് 1 മാസം സമയം തരും. അതിനുള്ളിൽ നീ കളഞ്ഞു കുളിച്ച നമ്മുടെ കുടുംബത്തിന്റെ നല്ല പേര് നീ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ ഈ കടയും വീടെല്ലാം വിട്ട് എവിടേക്കെങ്കിലും പോയി നശിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അച്ഛൻ അവിടുന്ന് പോവും. ഇതെല്ലാം കണ്ടു നിന്ന സിയയും ഞാൻ കാരണമാണ് ഇങ്ങനെ നടന്നത്, ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അവളുടെ മുത്തശ്ശിയുടെ ക്ലോസ് ഫ്രണ്ടായ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് സാനിനെ കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഈ മുത്തശ്ശന് അയാളുടെ സ്വന്തം ഫ്യൂണറൽ കാണണമെന്നൊരാഗ്രഹം. സോ ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു സംസ്കാര ചടങ്ങ് നടത്തി തരണം. നീ അത് നന്നായി നടത്തിയാൽ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയും. പണം എന്ന് കേട്ടതും ഇവൻ ശരി എന്നും പറഞ്ഞ് ഒരു ഡീല് വെക്കും. എന്നിട്ട് ആ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഗംഭീരമായൊരു സെറ്റ് റെഡിയാക്കി ഈ മുത്തശ്ശനും ആ ശവപ്പെട്ടിയിൽ മരിച്ചതുപോലെ കിടന്നു. എല്ലാം നന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയോ അറിഞ്ഞ ആ മുത്തശ്ശന്റെ മകൻ അവിടേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് ജീവനോടുള്ള എൻ്റെ അച്ഛന് സംസ്കാര ചടങ്ങ് നടത്തുന്നത്, ഇവനെ വിടരുത് എന്ന് പറഞ്ഞ് ഇവരെ പിടിക്കാൻ നോക്കും. അപ്പോൾ സാനും കൂട്ടരും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി പിടിച്ച് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കും. അവിടുത്തെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ മുത്തശ്ശൻ സാനിനോട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ നടന്നത്. നീ വല്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സിയയാണ് എന്നെ വിളിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. എന്നാൽ അതിങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവൾ നന്നായി നോക്കണമെന്ന് പറഞ്ഞതും സാനും സിയയ്ക്ക് അവനോടുള്ള സ്നേഹം കുറച്ചായി മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോ ജീവനോടുള്ള ഒരാൾക്ക് സംസ്കാര ചടങ്ങുകൾ ചെയ്ത് അത് വലിയ പ്രശ്നമായ കാര്യമൊക്കെ സാന്റെ അച്ഛൻ അറിഞ്ഞ് അവിടെ കടയിലേക്ക് വന്ന് ദേഷ്യത്തിൽ എല്ലാം അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് ആരെങ്കിലും ജീവനോടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യുമോ? കാശിന് വേണ്ടി നീ എന്തും ചെയ്യൂ എന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ വന്നു. അപ്പോൾ സിയ അതിന് നടുവിൽ കയറി, ഞാൻ കാരണമാണ് അങ്ങനെ നടന്നത്, നിങ്ങൾക്ക് അടിക്കണമെന്നാണെങ്കിൽ എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞതും സാന്റെ അച്ഛനും വേറൊന്നും പറയാതെ ദേഷ്യത്തോടെ അവിടുന്ന് പോവും. നെക്സ്റ്റ് ഡേ സിയയുടെ മാമൻ സാന്റെ അടുത്ത് വന്ന്, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് സിയയെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അതുകൊണ്ട് സിയയെ ദത്തെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. ഇത് കേട്ട സാനും വളരെ സന്തോഷമായി. എന്നിട്ട് അവിടെ ഇതിനെക്കുറിച്ചുള്ള ഫോർമാലിറ്റി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഓഫീസിൽ പോയി ചോദിക്കും. ദത്തെടുക്കണമെങ്കിൽ അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, സിംഗിളായി ജീവിക്കുന്നവർക്ക് പറ്റില്ല എന്ന് ഓഫീസറും പറയും. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നേരെ സാൻ അവൻ്റെ ഫ്രണ്ടിനെ പോയി മീറ്റ് ചെയ്യും. ഓൾറെഡി ഇവൻ്റെ ഫ്രണ്ട്സ് 2 പേരും മാരേജ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതാണ്. സോ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു വിധത്തിൽ സിയയെ ദത്തെടുത്തു. അതിനുശേഷം അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് കരുതി സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർക്കും. എന്നാൽ സിയ ഞാൻ സ്കൂളിൽ പോകില്ല എന്നും പറഞ്ഞ് കരഞ്ഞു വാശി പിടിക്കും. ഇത് കണ്ട സാനും അവളെ എടുത്തോണ്ട് പോയി സ്കൂളിനകത്താക്കിയിട്ട് വരും. അതിനുശേഷം സിയയുടെ സ്മാർട്ട് വാച്ച് പൊട്ടിപ്പോയിരുന്നു. അതിൽ അവളുടെ മുത്തശ്ശിയുടെ വോയിസ് എല്ലാം ഉള്ളതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് കരുതി അതൊരു കടയിലേക്ക് എടുത്തോണ്ട് പോവും. എന്നാൽ അത് ചെക്ക് ചെയ്ത കടക്കാരനും ഇത് ഞങ്ങൾക്ക് റെഡിയാക്കാൻ കഴിയില്ല, ഇനി പുതിയൊരു വാച്ച് വാങ്ങുന്നതാണ് നല്ലത് എന്ന് പറയും. സാനും ഒരു പുതിയ വാച്ച് വാങ്ങി സിയയ്ക്ക് കൊണ്ടു കൊടുക്കും. അത് കണ്ട് അവൾ ഹാപ്പിയായി. എന്നിട്ട് വാച്ച് കാണാൻ നന്നായിട്ടുണ്ട്, ഇതിൽ എൻ്റെ മുത്തശ്ശിയുടെ വോയിസ് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് സാനും ഇല്ല, അത് ഇതിൽ കേൾക്കാൻ പറ്റില്ല, അത് നിന്റെ പഴയ വാച്ചിലാണ് ഉള്ളത് എന്ന് പറയും. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ മുത്തശ്ശിയുടെ വോയിസ് കേൾക്കാൻ കഴിയില്ലേ എന്ന് സിയ ഫീലായി ഇരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച സാനും, നിനക്ക് നിന്റെ മുത്തശ്ശിയുടെ വോയിസ് കേൾക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞതും സിയയുടെ മുഖത്ത് സന്തോഷം വന്നു. അങ്ങനെ 2 പേരും സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് സാന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വരും. അവളെ കണ്ടതും സാൻ ഫീലായി. എന്നിട്ട് ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്ന് സാൻ അവളോട് ചോദിക്കും. അതിനവളും, ഇന്നലെ ഒരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, ആ ആക്സിഡൻറ്റിൽ അവൻ്റെ ശരീരം വികൃതമായി പോയി. സോ അവൻ്റെ എല്ലാ ബോഡി പാർട്സുകളും ശരിയാക്കി വെച്ച് അവന് ശവസംസ്കാര ചടങ്ങ് നടത്തണം. എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പണമില്ല, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അതിന് സാനും ദേഷ്യത്തിൽ,
നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിൽ ഇനി നിന്നെ കാണരുതെന്ന് കരുതിയതാണ്. എനിക്കൊന്നും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞതും അവളും കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവും. ഇത് കണ്ട സിയ അവളുടെ അടുത്തേക്ക് വന്ന്, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം, നിങ്ങളുടെ ഫോട്ടോയാണ് സാന്റെ ഫോണിൽ വാൾപേപ്പർ ആയിട്ടുള്ളത്. സാൻ എപ്പോഴൊക്കെ നിങ്ങളുടെ ഫോട്ടോ നോക്കുമ്പോഴും അവൻ നന്നായി വിഷമിക്കാറുണ്ട് എന്ന് പറയും. ഇതെല്ലാം കേട്ട് അവൾ ചെയ്തത് തെറ്റാണെന്നെല്ലാം അവൾക്ക് മനസ്സിലായി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് സാന്റെ അടുത്തേക്ക് വന്ന്, ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, പ്ലീസ് ഈ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ് കരയുന്നത് കണ്ട് സാനും വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കും. ഇവിടെ ഭർത്താവിന്റെ ശരീരം മുഴുവൻ വികൃതമാണെന്നും പറഞ്ഞു. ഇതെല്ലാം അവന്റെ അച്ഛനാണ് ചെയ്ത ശീലം. എന്നാ ഇപ്പോ അച്ഛനും മകനും സംസാരിക്കാറില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോ സിയ ഇവനോട്, ഞാൻ മുത്തശ്ശനോട് സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് രണ്ടുപേരും സാന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഒരു ഗാർഡനിലേക്ക് വന്ന് സാനെ അവിടെ നിർത്തി സിയ വന്ന് സാന്റെ അച്ഛനോട് സംസാരിക്കാൻ വരും. എന്നിട്ട് ആ മുത്തശ്ശനോട്, എല്ലാ തെറ്റും എന്റെയാണ്, നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് കാണിച്ചോളൂ, എന്നോട് മിണ്ടാതിരുന്നോളൂ, നിങ്ങളുടെ മകന്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞതും ആ മുത്തശ്ശന് സിയയെ വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്നിട്ട് അവളോട്, ഞാൻ അവനോട് സംസാരിക്കണോ? സംസാരിക്കാം, എന്നാ അതിനു മുൻപ് നീ എന്നെ മുത്തശ്ശ എന്ന് വിളിക്കണമെന്ന് പറയും. അതിന് സിയയും ക്യൂട്ടായിട്ട് മുത്തശ്ശ എന്ന് വിളിക്കും. അപ്പോൾ അയാൾക്കത് വലിയ സന്തോഷമായി. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് അച്ഛൻ സാനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് അച്ഛന്റെ ഇൻസ്ട്രക്ഷൻസിൽ ഒരു വിധത്തിൽ ആ ഡെഡ് ബോഡി സാൻ റെഡിയാക്കി ഫിക്സ് ചെയ്തു കൊടുക്കും. ഇത് കണ്ട് സാന്റെ എക്സ് ഗേൾഫ്രണ്ടും മരിച്ചവന്റെ ഫാമിലിയും അലറി കരഞ്ഞു. നെക്സ്റ്റ് ഡേ സാന്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന വിവരം അറിഞ്ഞ് സാനും അച്ഛനെ പോയി കാണും. അപ്പൊ ഇവനെ സിയയുടെ ടീച്ചർ കോൾ ചെയ്ത് അർജന്റായിട്ട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞതും സാൻ അവിടുന്ന് വെപ്രാളപ്പെട്ട് പോകുന്നത് കണ്ട അവന്റെ അച്ഛൻ, ഇത്രയും കാലം ഇവനൊരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പൊ അവൻ അത് വന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കും. ഇവിടെ സ്കൂളിൽ ടീച്ചർ എന്തിനാണ് സാനിനോട് വരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂളിലെ കുട്ടികളോടെല്ലാവരോടും ഒരു ഡ്രാമ ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് സിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങ് അതൊരു ഡ്രാമയാക്കി ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സാനിനോട് പറഞ്ഞ്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ അത് നിങ്ങളുടെ മകളുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കും എന്ന് പറയും. എന്നിട്ട് സാൻ നേരെ സിയയെയും കൂട്ടി എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നടന്നതിനെല്ലാം എല്ലാവരോടുമായി ക്ഷമ ചോദിക്കും. അങ്ങനെ തിരിച്ച് ആശുപത്രിയിലേക്ക് വന്നു. സാന്റെ ചേട്ടൻ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അതിനെക്കുറിച്ച് സാൻ അച്ഛനോട് ചോദിക്കും. അച്ഛനും നടന്ന കാര്യം പറയും. ഒരു ദിവസം ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ച വിവരം വന്നു. അതറിഞ്ഞതും ആ കുട്ടിയുടെ ബോഡി എടുക്കാൻ വേണ്ടി നിന്റെ ചേട്ടൻ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബോഡി ഒരു വിധത്തിൽ കിട്ടി, എന്നാൽ അതെടുക്കാൻ പോയ നിന്റെ ചേട്ടൻ ശ്വാസം കിട്ടാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിച്ചു നിൽക്കും. അതിനുശേഷം ഇനിയെങ്കിലും താൻ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യണമെന്ന് സാൻ തീരുമാനിച്ച് അന്നു മുതൽ സാൻ ഇവന്റെ ജോലി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് സിയയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് വലിയ കേക്ക് എല്ലാം വാങ്ങി റെഡിയാക്കി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ സാൻ സിയയ്ക്ക് ഒരു ഗിഫ്റ്റായി ഒരു ബൊമ്മ എടുത്തു കൊടുക്കും. എന്നിട്ട് ബൊമ്മയുടെ വാലിൽ പിടിച്ചു വലിച്ച ഒരു സൗണ്ട് വരുമെന്ന് പറഞ്ഞതും സിയയും അങ്ങനെ ചെയ്തു നോക്കി. അപ്പൊ അതില് അവൾ അവളുടെ മുത്തശ്ശിയുടെ സൗണ്ട് കേട്ടു. സിയയ്ക്ക് അവളുടെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് സാൻ ഇങ്ങനെ ചെയ്തത്. ഇത് കേട്ടതും സിയ കരഞ്ഞുകൊണ്ട് സാനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ സാനും ചെറുങ്ങനെ കണ്ണിൽ വെള്ളം വന്നു. നെക്സ്റ്റ് ഡേ സിയയെ സ്കൂളിലാക്കി സാൻ തിരിച്ചു വരുമ്പോ അവിടെ വഴിയിൽ ഇവനെ കാത്ത് സിയയുടെ മാമൻ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ ഒരു ലേഡിയും ഉണ്ട്. എന്നിട്ട് മാമൻ സാനിനോട്, ഞാൻ സിയയുടെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞത് കള്ളമാണ്, ഇവളാണ് സിയയെ പ്രസവിച്ച അവളുടെ അമ്മ, ഇപ്പൊ അവൾക്ക് അവളുടെ മകളെ തിരികെ വേണമെന്ന് പറയുന്നു, പ്ലീസ് ഇവൾക്ക് സിയയെ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അതിന് സാനും, നിങ്ങളെന്താ കളിക്കുകയാണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് ദത്തെടുക്കാൻ പറയുന്നതും തിരിച്ചു വേണമെന്ന് പറയുന്നതും ലീഗലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവൾ എൻ്റെ മകളാണ്, എൻ്റെ മകളെ ഞാൻ ആർക്കും തരില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ സാനിന് പിന്നാലെ സിയയുടെ അമ്മ വന്ന്, പ്ലീസ് അവർ പറയുന്നത് സത്യമാണ്, സിയ എൻ്റെ മകളാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവളുടെ തുടയുടെ അടിയിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള മറുകുണ്ട്, വേണമെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്ക്, എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് എടുക്കാമെന്ന് പറയും. എന്നാൽ സാൻ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. ആ ലേഡി പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതും സാൻ സിയയുടെ തുടയിൽ നോക്കിയപ്പോൾ ആ ലേഡി പറഞ്ഞതുപോലെ അവളുടെ തുടയുടെ അടിയിൽ ഒരു മറുകുണ്ടായിരുന്നു. അങ്ങനെ രാത്രി സിയയുടെ അമ്മ
സാനിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വന്നു. ഇവളെ കണ്ടതും സിയ കാണരുതെന്ന് കരുതി സാൻ ആ ലേഡിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ സിയയെ തരാൻ പറ്റില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, ദയവ് ചെയ്ത് ഇവിടുന്ന് പോണമെന്ന് പറഞ്ഞതും സിയയുടെ അമ്മയും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ എൻ്റെ ടീനേജ് പ്രായത്തിൽ ഒരു പയ്യനുമായി സ്നേഹത്തിലായി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഞാൻ പ്രഗ്നൻ്റ് ആയതും എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ഇട്ടേച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രസവിച്ച് സിയയെ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി വേറെ നാട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ എന്നെ ഇത്രയും വർഷം ജയിലിലിട്ടു. ഞാൻ എവിടാണുള്ളതെന്നും എന്ത് ചെയ്യാണെന്നും അറിയാത്തതുകൊണ്ട് ഞാൻ മരിച്ചു പോയി എന്ന് അവർ വിശ്വസിച്ചു. ഇത്ര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. പ്ലീസ് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ആ ലേഡി സാൻ്റെ കാലിൽ വീണ് കരഞ്ഞു പറയും. ഇത് കണ്ട സാനും വല്ലാതെ വിഷമമായി. എന്നിട്ട് സാൻ, സിയെ പെട്ടെന്നൊന്നും എന്നെ വിട്ട് നിങ്ങളുടെ കൂടെ വരില്ല. എനിക്ക് 2-3 ദിവസം സമയം വേണം. ഞാൻ അവളോട് സംസാരിച്ച് നിങ്ങളുടെ കൂടെ അയക്കാമെന്ന് സാൻ ആ ലേഡിക്ക് വാക്കുകൊടുക്കും. നെക്സ്റ്റ് ഡേ സ്കൂൾ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ സ്റ്റുഡൻസിനോട് അവർക്ക് ഇഷ്ടമുള്ള തീം വരച്ചോളാൻ പറഞ്ഞതും സിയ സാൻ്റെ ഫോട്ടോ വരയ്ക്കും. എന്നിട്ട് അതെടുത്ത് സാനിന് കൊടുത്തിട്ട്, ഇനി എനിക്ക് എൻ്റെ മുത്തശ്ശിയെ കാണാൻ കഴിയില്ല, എന്നാലും എനിക്കൊരു പേടിയില്ല. ഞാൻ ഇനി ഒന്നിനെക്കുറിച്ചും വിഷമിക്കില്ല, കാരണം എൻ്റെ അച്ഛനായി ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ഇത് കേട്ട അവന് നന്നായി സങ്കടം വന്നു. ഒരു കൊച്ചുകുട്ടി ഇവനെ അച്ഛ എന്ന് വിളിച്ചതും സാനിന് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. സിയ അവനെ കെട്ടിപ്പിടിച്ചതും സാൻ അലറിക്കരഞ്ഞു. സാനിന്റെ വേറൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ സിയയെ ഇനി ഇവനോടൊപ്പം താമസിപ്പിക്കാൻ പറ്റില്ല, അവളുടെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്നതായിരുന്നു. അങ്ങനെ അന്ന് രാത്രി സിയ ഉറങ്ങിയതിന് ശേഷം സാൻ ആരും അറിയാതെ സിയയെ എടുത്തോണ്ട് വന്ന് അവളുടെ അമ്മയുടെ കാറിൽ കൊണ്ടുപോയി കിടത്തി. പറഞ്ഞയക്കാമെന്ന് കരുതി കൊണ്ടുപോയി കാറിൽ കിടത്തിയതും സിയ കണ്ണു തുറന്നു. എന്നിട്ട് അച്ഛാ, ഞാൻ എങ്ങനെ കാറിലെത്തി? ഈ ലേഡി ആരാ എന്ന് ചോദിക്കും. അതിന് സാനും, ഇവരാണ് നിന്റെ അമ്മ, ഇനി മുതൽ നീ നിന്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് സിയയെ അവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കും. എന്നാൽ സിയയ്ക്ക് സാനിനെ വിട്ടുപോകാൻ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അച്ഛ എന്നെ എടുക്കുക എന്ന് പറഞ്ഞ് അലറിക്കരയാൻ തുടങ്ങി. സാനും ഇത് ഇഷ്ടമല്ലെങ്കിലും മനസ്സിനെ പാകപ്പെടുത്തി അവൻ സിയയെ പറഞ്ഞയച്ചു. ഈ കാര്യം അറിഞ്ഞ ഫ്രണ്ട്സും, നീ വലിയ ത്യാഗിയാണെന്നാണോ നിന്റെ വിചാരം? ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിനക്കറിയോ? അത് മാത്രമല്ല, ഒഫീഷ്യലി ഇപ്പോ സിയയുടെ അച്ഛനും അമ്മയും ഞങ്ങളാണ്, ഞങ്ങളോട് പോലും ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ, നീ എല്ലാം ഒരു മനുഷ്യനാണോ എന്നും പറഞ്ഞ് സാനിനെ വല്ലാതെ വഴക്ക് പറയും. അപ്പൊ സാന് അവന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരു കോള് വരും. ഓൾറെഡി ഇവൻ സിയ പോയ വിഷമത്തിലാണുള്ളത്. ഇപ്പൊ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് ഫോൺ വന്നതും സാൻ അലറിക്കരയാൻ തുടങ്ങി. മരിച്ച ശേഷം തന്റെ ശവസംസ്കാര ചടങ്ങുകൾ ആർഭാടമാക്കരുത് എന്നായിരുന്നു സാന്റെ അച്ഛന്റെ ആഗ്രഹം. സോ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ സിമ്പിളായി ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്ത് സാധാരണ ശ്മശാനത്തിൽ കൊണ്ടുപോയി ബോഡി കത്തിച്ച് ചിതാഭസ്മം വാങ്ങി. എന്നിട്ട് അച്ഛന്റെ ചിതാഭസ്മം നോർമലായിട്ട് ഒഴുക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ സാൻ അത് മനസ്സ് വരാതെ ഇവന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചിതാഭസ്മം വാങ്ങിച്ച് ഒരു വാണപ്പടക്കം റെഡിയാക്കി അച്ഛന്റെ ചിതാഭസ്മവും അതിൽ നിറച്ച് വാണത്തിന് തീ കൊളുത്തി. അത് മേലെ ചെന്ന് പൊട്ടിയതും അതിനോടൊപ്പം തന്റെ അച്ഛന്റെ ആത്മാവും മേലെ പോയി എന്ന് സന്തോഷിച്ച് അത് നോക്കി നിന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് സിയയെ കാണുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ അമ്മ സാനിന് കോൾ ചെയ്തത്. സിയ എവിടെ പോയി എന്നറിയാതെ എല്ലാവരും അവളെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ എവിടെയും അവളെ കണ്ടില്ല. ചിലപ്പോൾ അവൾ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച് സാൻ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ സിയ സാന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സിയയെ കണ്ടതും സാൻ ദേഷ്യത്തിൽ അവളോട്, നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു, വഴി അറിയാതെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നിന്നെ ചെയ്തിരുന്നെങ്കിലോ എന്ന് അവളെ വഴക്ക് പറഞ്ഞതും, എന്റെ അച്ഛന്റെ പേര് സാൻ, എന്റെ വീട് ഇതാണ്, എനിക്കിവിടേക്ക് വരാൻ വഴി അറിയാമെന്ന് കരഞ്ഞോണ്ട് സിയ പറഞ്ഞു. ഇത് കേട്ട സാനും കരച്ചിൽ വന്ന് സിയയെ കെട്ടിപ്പിടിച്ച്, അച്ഛൻ നിന്നെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്ക്, ഇനി ഒരിക്കലും നിന്നെ ആർക്കും വേണ്ടി വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് സിയയെ അവന്റെ കൂടെ നിർത്തും. നെക്സ്റ്റ് ഡേ സിയയുടെ അമ്മ സിയയുടെ ഡ്രസ്സും ടോയ്സും എല്ലാം എടുത്ത് സാന്റെ വീട്ടിലേക്ക് വന്ന്, എന്റെ മകൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം, അവളെ നന്നായി വളർത്തണമെന്ന് പറഞ്ഞു പോകുമ്പോൾ സാൻ അവരോട്, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതും സിയയുടെ അമ്മയും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിന് ഓക്കെ പറയും. അങ്ങനെ അന്ന് രാത്രി സാൻ, സിയ, അവളുടെ അമ്മ, സാന്റെ ഫ്രണ്ട്സ് അങ്ങനെ 5 പേരും പുറത്ത് ഒരുമിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടെ ഈ സിനിമ അവസാനിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.